ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2-ൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ബേബിയാണെങ്കിൽ ഈ വില്ലിയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവനുമായിട്ട് ഒത്തിരി ക്ലോസ് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു അവസരം മുതലാക്കിയിട്ട് വില്ലിയാണെങ്കിൽ ബേബിയുടെ ടവലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന പോലെ നിൽക്കുന്ന ടൈമിനാണ് ചാർലി അങ്ങോട്ടേക്ക് കയറി വന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ചാർലി ആണെങ്കിൽ അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ബേബിനെ ഒരു സിറ്റുവേഷനിൽ കണ്ടതും അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ബേബി ചെന്നിട്ട് ചാർലി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ചാർലി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ചാർലി ആണെങ്കിൽ എന്ത് കേൾക്കാൻ, ഇതൊക്കെ കണ്ടിട്ട് ഇനി ഞാൻ എന്താ കേൾക്കേണ്ടതെന്ന് വെച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ചാർലിയുടെ പുറകെ പോയിട്ട് ചാർലിയുടെ അടുത്ത് ചാർലി ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ നീ എന്തിനാണ് ഞാൻ നിനക്ക് ഇട്ടുന്ന മോതിരം ഊരി മാറ്റിയത്, നീ എന്ത് പരിപാടിയാണ് അവൻ്റെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബേബി ആണെങ്കിൽ മോതിരം ഊരി മാറ്റി, ഐ എം സോറി, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ വില്ലിക്ക് എന്തോ പവർ ഉള്ളതുപോലെ എനിക്ക് തോന്നി, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വിശ്വാസമില്ലാതെ തന്നെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ബേബി ആണെങ്കിൽ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക, നീ ഇങ്ങനെ വെറുതെ റീസൺ ഇല്ലാതെ പെരുമാറില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ചാർലി ആണെങ്കിൽ ഞാനാണോ റീസൺ ഇല്ലാതെ പെരുമാറുന്നത്, നീയല്ലേ അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാനാണെങ്കിൽ നീ അവൻ്റെ ഇൻസ്റ്റാഗ്രാം തിരിച്ച് ഫോളോ ചെയ്യുന്നതും അവന് മെസ്സേജ് ഇട്ടതും ഒക്കെ കണ്ടായിരുന്നു, എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ചാർലി അവിടെ ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. ഇതേട്ട് അവന് വില്ലി ഇതെല്ലാം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ബേബി അടുത്ത് ചാർലി വീട്ടിലുണ്ടാവുമെന്ന് കരുതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അവനവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബേബി ആണെങ്കിൽ ചാർലിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചാർലി നീ വേഗം വീട്ടിലോട്ട് വാന്ന് പറയുന്നുണ്ട്. അവനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ അതും കിട്ടുന്നില്ല. ബേബി അങ്ങനെ ടെൻഷനായിട്ടും ഭയങ്കര ഫ്രസ്ട്രേഷനിലൊക്കെ നേരെ ബാറിലേക്ക് ചെന്ന് ഡ്രിങ്ക് ചെയ്യുവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് കറക്റ്റ് വില്ലി വന്നിട്ടുണ്ടായിരുന്നു. വില്ലി ബേബിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബേബി ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ടേ, നീ എന്താ എന്നെ ഫോളോ ചെയ്ത് വന്നതാണെന്ന് ചോദിക്കുമ്പോൾ വില്ലിയാണെങ്കിൽ അത് പിന്നെ നീ എന്നെ അവിടെ വെച്ച് ഒറ്റക്കിട്ടിട്ട് പോയില്ലേ, അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ ഫോളോ ചെയ്ത് വന്നു, എന്ത് പറ്റി ചാർലിയായിട്ട് വലിയ അടിവല്ലോണം ഉണ്ടായത്, അത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബേബി ആണെങ്കിൽ അയ്യോ വേണ്ട, നീ കാരണമാണ് ഇത്ര സംഭവിച്ചത് തന്നെ, നീ ആണെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഇനി വരരുതെന്ന് പറയുന്നുണ്ട്. വില്ലിയപ്പോൾ ഞാൻ എന്താ ചെയ്തത്, നീയല്ലേ എൻ്റെ അടുത്തേക്ക് ആദ്യം വന്ന് ക്ലോസ് ആയത്, എന്താ എൻ്റെ സ്പെഷ്യൽ പവർ എന്താണെന്ന് ഇനി നിനക്ക് അറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബേബി ആണെങ്കിൽ അയ്യോ ഞാനല്ലേ ഇതിൻ്റെ അടുത്ത് ഫസ്റ്റ് ക്ലോസ് ആയത്, അതിന് സോറി, ഇനി എൻ്റെ ലൈഫിൽ നിന്നൊന്ന് പോയി തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വില്ലിയാണെങ്കിൽ വിടാനൊരു ഉദ്ദേശമില്ല, ബേബിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ബേബി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അടുത്ത് പിന്നീട് ചാർലിനെ കാണിക്കുമ്പോൾ അന്ന് അവൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നില്ല, പകരം അവൻ വേറെ എവിടെയായിരുന്നു സ്റ്റേ ചെയ്യുന്നത്. ബേബി അത് അവൻ്റെ വീടായിരിക്കാം. എന്തായാലും അവനവിടെ ബെഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ബേബിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിൽ വരുന്നുണ്ട്, എന്നാൽ ചാർലിനെ കാണുന്നില്ല. അങ്ങനെ അവൻ വീട്ടിൽ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്തിട്ട് ഫുള്ളങ്ങ് ബോധം പോകുന്നുള്ള അവസ്ഥയിലാവുന്നുണ്ട്. ഇതേ സമയം അവരെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു. സോ ബേബി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ചാർലി അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുന്ന ടൈമിന് ഇതേപോലെ ബേബി ഡ്രിങ്ക് ചെയ്തിട്ട് എഴുന്നേറ്റ് നടന്നു പോകുന്നതും വീഴാൻ പോകുന്നതും ഒക്കെ കാണുന്നുണ്ട്. ആ സമയം ചാർലിക്ക് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലണം, അവനെ കെയർ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ചാർലി അവൻ്റെ ദേഷ്യത്തെ ഓർത്തിട്ട് അവൻ നോക്കുന്ന നിർത്തിയിട്ട് ഫോൺ മാറ്റി വയ്ക്കുകയാണ്. എന്നാൽ ആ സമയം കറക്റ്റ് ബേബി അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നാൽ അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നീട് അടുത്ത ദിവസം ബേബി ആണെങ്കിൽ ഗാരേജിലോട്ട് വന്നിട്ട് അലൻ്റെ അടുത്തും ജെഫിൻ്റെ അടുത്തും ചാർലി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ, എനിക്ക് അവനോട് സംസാരിക്കണം, അവൻ ഇന്നും കൂടെ ഞാൻ കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ നീ ടെൻഷൻ ആവണ്ട, അവൻ വീട്ടിൽ കാണുമെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ചാർലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചാർലി ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ റേസിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വരെയാണ്. എന്നാൽ ചാർലിനെ കാണുന്നതും ബേബി അവൻ്റെ അടുത്ത് വന്നിട്ട് ചാർലി നീ എൻ്റെ അടുത്ത് സംസാരിക്കും, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, നീ എന്തിനാണ് ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ നിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, കാരണം ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, നീ എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്നിൽ പറയണം, അല്ലെങ്കിൽ നീയാണെങ്കിൽ അത് എനിക്ക് ഹേർട്ടാവോ ഇല്ലേ എന്നെങ്കിലും ഒന്ന് ആലോചിക്കണം, എന്നാൽ ഒന്നും ആലോചിക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ ദേഷ്യപ്പെടാനുള്ള അധികാരം എനിക്കും ഉണ്ട്, നീ വില്ലിയുമായിട്ട് ഫ്ലേർട്ട് കണ്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നിട്ട് അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ബേബി അവനെ പിടിച്ചു വയ്ക്കുന്നതും ചാർലി ആണെങ്കിൽ എന്നെ വിടെന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ ഒരു തർക്കമാവുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അലനും ജെഫും ഇടപെട്ടിട്ട് രണ്ടുപേരെയും മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് അലനാണെങ്കിൽ ചാർലി നീ ഒന്ന് കാം ഡൗൺ ആവ്, പിന്നെ ബേബി നീ ചാർലിയുടെ അടുത്ത് സോറി പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ അലനോട് പറയുന്നുണ്ട്, അതായത് ഞാനാണെങ്കിൽ ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല, ഞാനാണെങ്കിൽ അവനെ ഹേർട്ട് ചെയ്യണമെന്ന് കരുതി പോലും ചെയ്തതല്ലാന്ന്. ആ സമയം ചാർലി ആണെങ്കിൽ നീയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന സമയത്ത് എന്നെ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ, ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എങ്ങനെ ഫീൽ ആവുമെന്ന് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, എന്നാൽ നീ അങ്ങനെയെങ്കിലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എങ്ങനെ ഹേർട്ടാവും, ഞാൻ ഏത് രീതിയിൽ അത് എടുക്കും എന്നൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നീ വില്ലിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബി ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ നീയാണ് ആലോചിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലായിരുന്നെങ്കിൽ നീയാണെങ്കിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ലാബിലേക്ക് പോയി ഇരിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ ലാബും വില്ലിയുടെ കാര്യവും തമ്മിൽ എന്താണ് ബന്ധം, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം
കാര്യത്തെ ഒരുമിച്ച് എടുത്തിടരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നീയാണെങ്കിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ എപ്പോഴും ഒറ്റയ്ക്കാക്കിയിട്ട് പോകും. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം പോലും ആലോചിക്കാതെ നീ ഫുൾ ടൈം ആ ഒരു ലാബിലായിരിക്കും. എന്നിട്ട് പോലും ഞാൻ ഒന്നും നിൻ്റെ അടുത്ത് പറയാൻ വന്നിട്ടില്ല. നീയാണെങ്കിൽ അവസാനമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ. നമ്മൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നീയാണെങ്കിൽ എന്നെക്കുറിച്ചൊന്ന് കെയർ ചെയ്യാറ് പോലുമില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ ഒരുമിച്ച് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ചാർലി. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നീ ആലോചിച്ചോ, ഞാനിന്നിവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാതെ അടി ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. ആ സമയം ബേബി പുറകെ പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ അലനാണെങ്കിൽ ബേബിയുടെ അടുത്ത് നീ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ജെഫാണെങ്കിൽ ബേബി നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ പോയി ചാർലിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചാർലിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പീറ്റിനെയും ക്രിസിനെയാണ്. ക്രിസ് കഴിഞ്ഞ ദിവസം പീറ്റിൻ്റെ അവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ പീറ്റ് എഴുന്നേറ്റ് വന്നപ്പോൾ ക്രിസ് അവിടെ ഉണ്ടായിരുന്നു. പീറ്റ് അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നീ പൊക്കാണോന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ X100 ടീമിലുള്ള ആരെങ്കിലുമായിട്ട് നീ സംസാരിച്ചോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല, അവരുടെ കാര്യങ്ങളെല്ലാം അലനാണ് നോക്കാറ്, ടീമിലുള്ളവരുടെ അടുത്ത് ഞാനങ്ങനെ അവരുടെ കാര്യം ചോദിച്ചു പോകാറില്ല എന്നിങ്ങനെ തിരിച്ച് മറുപടിയായിട്ട് പീറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിച്ചത് എന്നിങ്ങനെ അവനോട് ചോദിക്കുന്ന സമയം ക്രിസ് പറയുന്നുണ്ട് അത് പിന്നെ ഇന്നലെ ചാർലിനെ അന്വേഷിച്ച് ബേബിയാണെങ്കിൽ ലാബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് അവർ തമ്മിൽ നല്ലൊരു വഴക്കുണ്ടായെന്നാണ് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ചാർലിനെ കുറിച്ച് കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവനെ വെച്ചല്ലേ നമ്മൾ നമ്മുടെ മരുന്നിന് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ചെയ്യുന്ന ടൈമിന് അവൻ്റെ മൈൻഡ് കാമായിരിക്കണം. ഇതുപോലെ പ്രശ്നമായിട്ടല്ലോ ഇരിക്കുവാണെങ്കിൽ അതൊരു പക്ഷേ ആ മരുന്ന് കണ്ടുപിടിക്കുന്നതിലും അവൻ്റെ ബോഡിയിലും എന്തെങ്കിലുമൊക്കെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ ബേബിനെ ചൂസ് ചെയ്യുന്നതിന് പകരം മരുന്ന് കണ്ടുപിടിക്കുന്നതിനെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റ് നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞാനൊരിക്കലും ചാർലിയാണെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ ഒരു ഇതിൽ അവനാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്, എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ആ ഒരു മറുപടി എന്തോ ക്രിസിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചാർലിയും ബേബിയും ഇപ്പോൾ റേസിങ്ങിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോൾ പ്രാക്ടീസ് ചെയ്താലും നമ്മുടെ ബേബിയാണ് മുന്നിൽ ഓട്ടിക്കാറ്. അതായത് അവന് ഫസ്റ്റ് പ്ലേസ് വരണം, അതാണിത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ സെയിം ടീമാണെങ്കിലും പുറകീനെ പോകാറുള്ളൂ. എന്നാൽ ഇപ്പോൾ ചാർലിക്ക് എന്തോ ബേബിയോട് ദേഷ്യം ഉള്ളതുകൊണ്ടായിരിക്കും ബേബിനെ കടത്തിയിട്ട് തന്നെ ചാർലിയാണെങ്കിൽ എങ്ങനെയാണ് ഓട്ടിക്കേണ്ടത് ആ രീതിയിലല്ല, പക്ഷേ അവൻ്റെ ഇഷ്ടത്തിന് ഓട്ടിച്ച് ബേബിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ചാർലി അങ്ങനെ ചെയ്യരുത്, നീ ഇപ്പോൾ ചെയ്തത് റോങ് ആയിട്ടുള്ളൊരു ടേൺ ആണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അപകടമാണെന്നൊക്കെ. എന്നാൽ ചാർലിന്ന് അത് കേൾക്കുന്നില്ല. അവൻ ഓട്ടിക്കുന്നുണ്ട്, ദേഷ്യം വന്നിട്ട് ബേബി സ്പീഡിന് ഓട്ടിക്കുന്നുണ്ട്. പിന്നീട് വണ്ടി നിർത്തി കഴിയുമ്പോൾ ബേബി പറയുന്നുണ്ട് ചാർലിയുടെ അടുത്ത് ചാർലി എങ്ങനെയാണ് ഓട്ടിക്കേണ്ടത് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്, ഇത് അപകടമാണെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചാർലിയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് പ്ലേസ് വരാൻ വേണ്ടിയിട്ടല്ലേ വണ്ടി ഓട്ടിക്കുന്നത്, അല്ല നിൻ്റെ പുറകെ വരാനല്ലോ, എനിക്ക് ഫസ്റ്റ് വരണം, അതുകൊണ്ട് ഞാൻ ഓട്ടിച്ചു എന്ന് പറയുന്നുണ്ട് ബേബി. അപ്പോൾ നീ വെറുതെ ആവശ്യമില്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ ഈ ഒരു വർക്കിൽ എടുത്തിടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അലനും അങ്ങോട്ടേക്ക് വന്നിട്ട് ചാർലി ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ക്യാപ്റ്റനായിട്ട് ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത മാച്ചിൽ നീ മത്സരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ചാർലി ഞാൻ ഇന്നത്തെ പ്രാക്ടീസ് നിർത്തുവാണെങ്കിൽ പോവുകയാണെന്ന് പറയുമ്പോൾ ബേബി നീ എവിടെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചാർലി ആണെങ്കിൽ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, എൻ്റെ പുറകെ വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചാർലിയും ക്രിസും കൂടെ ആയിട്ട് പീറ്റിൻ്റെ ലാബിൽ ഇരിക്കുന്നതാണ്. ആ സമയം ചാർലിയുടെ ബോഡിയിൽ പരീക്ഷാ മരുന്നിനെ പറ്റിയിട്ട് നമ്മുടെ ക്രിസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്കും ക്രിസ് പറയുന്നുണ്ട് നിൻ്റെ ബോഡിയിൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്, നീ എന്താ നേരെ റെസ്റ്റ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചാർലി ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് സ്ട്രെസ്ഡാണ്, അതുകൊണ്ട് ഞാൻ നേരെ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ബോഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ചാർലി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ബോഡിയിൽ തരുന്ന മരുന്നിൻ്റെ ഡോസ് ഒന്ന് കൂട്ടാനായിട്ട് പറയുന്നുണ്ട്. പീറ്റപ്പോൾ അത് കേട്ട് വന്നിട്ട് ഇല്ല ചാർലി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, നിൻ്റെ ഹെൽത്താണ് ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസും അതെ ഇതിങ്ങനെ ഡോസ് കൂട്ടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. പീറ്റപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ആണെങ്കിൽ കുറച്ച് ദിവസം റേസിങ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നീ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചാർലി ഇല്ല അത് പറ്റത്തില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ബേബി പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ക്രിസ് അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യൂ, ഒന്നിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണം, അല്ലെങ്കിൽ ബേബിനെ നോക്കുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ ചാർലി ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിമ്മിനെയും കെൻറ്റേനെയാണ്. കെൻറ്റയാണെങ്കിൽ ഇപ്പോൾ കിമ്മിൻ്റെ കൂടെയാണല്ലോ താമസിക്കുന്നത്. അപ്പം ഉച്ച ടൈമാണെന്ന് തോന്നുന്നു. കിമ്മാണെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കെൻറ്റേനെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ സീസൺ 1 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കിം ശരിക്കും ആക്ച്വലി ഒരു കൊറിയൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കൊറിയൻ ഫുഡായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കെൻറ്റയ്ക്ക് കഴിക്കാനും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കിം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്
കെൻഡ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് കെൻഡയ്ക്ക് അത് കഴിക്കാൻ അറിയത്തില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും കിം ആണെങ്കിൽ കെൻഡയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫുഡ്. അപ്പോൾ കെൻഡയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ കിം അവനെ ഇങ്ങനെ കെയർ ചെയ്യുമ്പോഴത്തേക്കും അവനൊന്ന് ഷോക്ക്ഡ് ആവുന്നുണ്ട്. എന്നാൽ അത് പുറത്തവൻ കാണിക്കുന്നില്ല. കിം ആണെങ്കിൽ കെൻഡയ്ക്ക് വീണ്ടും വീണ്ടും ഫുഡ് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം കെൻഡ ആണെങ്കിൽ നീ എപ്പോഴാണ് തിരിച്ച് കൊറിയയിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ പോകും, എന്ത് പറ്റി നീ ചോദിച്ചത് എന്നിങ്ങനെ കിം തിരിച്ച് ചോദിക്കുകയാണ് കെൻഡ. അപ്പോൾ അത് പിന്നെ എനിക്കാണെങ്കിൽ ക്രിസിനെ തീരെ വിശ്വാസമില്ല. പിന്നെ അവനാണെങ്കിൽ ഇപ്പോൾ പീറ്റുമായിട്ട് ഭയങ്കര ഓവറായിട്ട് ക്ലോസ് ആവുന്നുണ്ട്. അവനൊന്ന് സൂക്ഷിക്കണം എന്നെനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. ആ സമയം കെൻഡയ്ക്ക് നമ്മുടെ പീറ്റിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടതാണ്. കിമ്മും അത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ കെൻഡ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും കിം തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് ക്രിസിനെ സംശയമായതാണോ അതോ അവരുടെ ഒരുമിച്ചിരിക്കുന്നില്ല നിനക്ക് ജലസ് ആയതാണോ എന്ന്. അതിന് പക്ഷേ കെൻഡ ആണെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് അടുത്ത് വീണ്ടും കാണിക്കുന്നത് ക്രിസിനെയാണ്. ക്രിസ് ഇപ്പോൾ പീറ്റിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലാണുള്ളത്. ക്രിസ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നോൺ സ്റ്റോപ്പായിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പീറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നത് നിൻ്റെ ഹെൽത്തിന് തീരെ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ പക്ഷേ ഞാൻ ഭയങ്കര സ്ട്രെസ് ആവുന്ന ടൈമിന് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ സ്മോക്ക് ചെയ്യാറാണ് പതിവെന്ന് പറയുന്നുണ്ട്. പീറ്റ് അപ്പോൾ ഈ സ്മോക്ക് ചെയ്യാതെ അതിന് പകരം മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ക്രിസ് ആണെങ്കിൽ ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് അത് വർക്കിംഗ് അല്ല. എനിക്കിപ്പോൾ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം തന്നെയാണ്. ചാർലി ബേബിനെ ചൂസ് ചെയ്യുമോ എക്സ്പെരിമെൻറ്റ് ചൂസ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പീറ്റ് അപ്പോൾ ചാർലി ഈ എക്സ്പെരിമെൻറ്റിന് തയ്യാറായത് തന്നെ അവൻ്റെ പവറെല്ലാം കളഞ്ഞിട്ട് ബേബിയുമായിട്ട് സമാധാനത്തിൽ ജീവിക്കാനാണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അവൻ്റെ അടുത്ത് നിന്നിട്ട് അതിൽ രണ്ടിലും ആരെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും കൺഫ്യൂസ്ഡ് ആകുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവൻ എക്സ്പെരിമെൻറ്റ് ചൂസ് ചെയ്യുന്നതാണ്. കാരണം അത് വിജയിച്ചാൽ മാത്രമേ അവന് സമാധാനമായിട്ട് ആ ഒരു പവറിനെ കുറിച്ചോ ടോണി അവരുടെ ഇടയിൽ വരുന്നതിനെക്കുറിച്ചോ ആലോചിക്കാതെ ബേബിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് പീറ്റാണെങ്കിൽ ക്രിസുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. ക്രിസിൻ്റെ കയ്യിരിക്കുന്ന അവൻ്റെ സിഗരറ്റൊക്കെ മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇൻറ്റിമേറ്റായി ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവൻ പറയുന്നുണ്ട് ഇതുപോലെ വേയും സ്മോക്ക് ചെയ്യുമായിരുന്നു എന്ന്. എന്നാൽ അത് കേൾക്കുമ്പോഴത്തേക്കും ക്രിസിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ക്രിസ് പറയുന്നുണ്ട് മരിച്ചുപോയ അവനെയും എന്നെയും വെച്ച് വെറുതെ കമ്പയർ ചെയ്യരുതെന്ന്. അതും പറഞ്ഞിട്ട് ക്രിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ബേബിനെയാണ്. അവൻ വീട്ടിൽ പോകാതെ വേറെ ഏതോ സ്ഥലത്ത് വന്നിരുന്ന് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം അലൻ അവനെ കോൾ ചെയ്തിട്ട് ഇപ്പോൾ ചാർലി എവിടെയാണ് താമസിക്കുന്നതെന്ന് ജെഫ് വഴി ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ബേബി അപ്പോൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അലനാണെങ്കിൽ ഇല്ല ഞാൻ സെൻഡ് ചെയ്യത്തില്ല, ഒരു കാര്യം പറയാനാണ് വിളിച്ചത്, അവൻ സേഫാണ്, അതുകൊണ്ട് നീ അവനെ കുറിച്ചോട്ട് ടെൻഷൻ അടിക്കണ്ട, പിന്നെ നീ ഇപ്പോൾ അവന് കുറച്ച് ടൈം കൊടുക്കുക, അവനെ ഇങ്ങനെ പ്രഷർ ചെയ്യേണ്ട, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടനെ തന്നെ സോൾവ് ആകുമെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് പിന്നീട് ചാർലീനെ കാണിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ ഇപ്പോൾ ബേബിനെ കാണാനായിട്ടായിരിക്കണം നമ്മുടെ ബേബിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാടെ വരുമ്പോൾ ബേബി ഇല്ല, പകരം അവൻ ഡ്രിങ്ക് ചെയ്തിട്ട് ഇട്ടേക്കുന്ന കുറേ ബിയറിൻ്റെ ബോട്ടിൽസ് അവിടെ താഴെ കിടക്കുന്നതൊക്കെ ചാർലി ശ്രദ്ധിക്കുന്നുണ്ട്. ബേബിനെ അവിടെ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് തന്നെ ബേബി വരാറുള്ള ബാറിലേക്കും അവൻ വരുന്നുണ്ട്. അവൻ ആക്ച്വലി അങ്ങോട്ടേക്ക് വരാൻ കാരണം തന്നെ നോർത്തും സോണിക്കും അവിടെ ഇരുന്നിട്ട് ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേബി അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. വരുമ്പോഴത്തേക്കും ബേബി അവിടെ ഇല്ല. പക്ഷേ നോർത്തിനെയും സോണിക്കിനെയും കണ്ടിട്ട് നിങ്ങളുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ശരിക്കും ബേബിനെ അന്വേഷിച്ചാണ് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ബേബി ആണെങ്കിൽ ഇതുവരെ ആരുടെയും പുറകെ നിൻ്റെ പുറകെ വന്നാലും വന്നിട്ടേ ഇല്ല. സോ നിങ്ങൾ പ്രശ്നമൊക്കെ തീർക്കുന്ന സമയത്ത് നല്ലതുപോലെ അവനൊന്ന് നോക്കണേ എന്നൊക്കെ ഇങ്ങനെ നോർത്ത് പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ ഞാനെന്തിനാ അങ്ങനെ ചെയ്യണം, നീയും സോണിക്കും പോലും ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സോണിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവനാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ എനിക്കെന്ത് പ്രശ്നം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ ശരിയെന്നാൽ ഞാൻ പോവാണ്, ബേബി എവിടെയാണെന്നുള്ള അറിവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് വില്ലി അവിടെ വന്നിരിക്കുന്നതും നീ ഇവിടെ ഉണ്ടായിരുന്നു, നിൻ്റെ ബോയ് ഫ്രണ്ട് ബേബി എവിടെയെന്നും ചാർലിയോട് ചോദിക്കുന്നത്. ഇവനെ കാണുന്നതും ചാർലിക്ക് ദേഷ്യം വരുന്നുണ്ട്. വില്ലി അപ്പോൾ അവൻ നിൻ്റെ കൂടെ ഇല്ലാത്തത് നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് ആയി കാണും അല്ലേ, അത് കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ ആവശ്യമില്ല അതെ ഞങ്ങളുടെ ലൈഫിൽ ഇടപെടാൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് ചാർലി ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയം വില്ലിയാണെങ്കിൽ എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ എനിക്ക് ബേബി തന്നെ വേണമെന്ന്, അതെനിക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നോർത്തിന് ദേഷ്യം വന്നിട്ട് അത് പറയാൻ മാത്രം നീ ആരാടാ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം വില്ലിയാണെങ്കിൽ ചാർലിയുടെ അടുത്ത് ബേബേനെ എനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, കാരണം നിന്നെ റേസിൽ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ബേബേയുടെ കാര്യത്തിലും എനിക്ക് മുന്നേ വരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ റേസിൽ നീ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും, പക്ഷേ ബേബേയുടെ കാര്യത്തിൽ ബേബി ഒരിക്കലും നിന്നെ ചൂസ് ചെയ്യാൻ പോകുന്നില്ല, പിന്നെ റേസിൽ വേണമെങ്കിൽ എനിക്ക് നിന്നെ തോൽപ്പിക്കാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. വില്ലി അപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ റേസ് നടത്തി കളയാം, അതിൽ ഞാൻ ജയിക്കുവാണെങ്കിൽ നീ ബേബേയുടെ അടുത്തൊന്ന് പോകണം, നീ ജയിക്കുവാണെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഉടനെ തന്നെ റേസിംഗ് ട്രാക്കിലേക്ക് ചെല്ലുന്നുമുണ്ട്, റേസ് നടത്തുന്നുമുണ്ട്. ഫിനിഷിംഗ് ലൈനിൽ കൂടെ രണ്ടുപേരും ഒരുപോലെയായിരുന്നു പാസ് ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചു ആര് തോറ്റു അതൊന്നും പറയാൻ പറ്റത്തില്ല.
ചാർലി അപ്പോൾ വില്ലിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നമ്മളിപ്പോൾ ടൈ ആയിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. സോ നീ ഇനി ബേബിയുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും വരരുതെന്ന് പറയുന്നുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ നിന്നെ ഇനി വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടെന്നും പറയുന്നുണ്ട്. വില്ലി അപ്പോൾ ആ ദേഷ്യം അത് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നോർത്ത് സോണിക്ക് വന്നിട്ട് ചാർലിയുടെ അടുത്ത് നീ അവനെ മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് വില്ലീനെ കാണിക്കുമ്പോൾ അവൻ നേരെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ടോണീനെയാണ്. അവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് വില്ലിയും ടോണിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. വില്ലിയാണെങ്കിൽ ടോണീനെ കാണാനായിട്ട് വരുന്നതും ടോണിയുടെ അടുത്ത് വില്ലി പറയുന്നുണ്ട്, ചാർലിയുമായിട്ട് ഞാൻ മത്സരിച്ചു, കണ്ടിട്ട് ബേബിയുടെ പവർ ഇപ്പോഴും ചാർലിയുടെ കയ്യിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അവനങ്ങനെ പറയാൻ കാരണം സീസൺ 1 നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ചാർലിയുടെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ പവർ അവൻ്റെ പവറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് ചാർലിക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവനാണെങ്കിൽ സീസൺ 1 തന്നെ ബേബിയുടെ പവർ അവൻ്റെ പവറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ബേബിയുടെ പവർ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബേബിക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പവറായിട്ട് അങ്ങനെ ഇല്ല ഇപ്പോൾ. അപ്പോൾ ആ ഒരു പവർ ഇപ്പോഴും ചാർലിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ചാർലിയുമായിട്ട് റേസ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ് വില്ലിക്ക്. വില്ലി അതിപ്പോൾ ടോണിയായിട്ട് ഷെയർ ചെയ്യുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്കും ടോണി ഇത് അറിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമുക്ക് ചാർലിനെ എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണം. നീ ഒരു കാര്യം ചെയ്യ്, ചാർലിനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് എത്തിക്ക്, അവൻ്റെ ചുറ്റുമുള്ള ബാക്കി എല്ലാവരെയും നശിപ്പിച്ചേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വില്ലി എല്ലാവരും നശിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബേബേനെ വിട്ടേക്ക്, ബേബേൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബാക്കി എല്ലാവരെയും കാര്യത്തിൽ നീ തീരുമാനമാക്കിക്കൊള്ളാൻ പറയുന്നുണ്ട്. വില്ലി അപ്പോൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. എന്നാൽ ചാർലിയാണെങ്കിൽ വില്ലീനെ ഇതെല്ലാം ഫോളോ ചെയ്ത് വന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അറിയുമ്പോഴത്തേക്കും അവൻ നല്ലൊരു ഷോക്കാവുന്നുണ്ട്. പിന്നീട് ബേബേനെ കാണിക്കുമ്പോൾ ബേബിയാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ എന്തോ ഒരു സ്വപ്നം കണ്ടപ്പോൾ പേടിച്ചെണീക്കുന്നുണ്ട്. ഉടനെ തന്നെ ചാർലീനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചാർലി ഉണർന്ന് കിടക്കുകയാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചാർലിയുടെ മനസ്സിൽ അവൻ നേരത്തെ കേട്ട ടോണിയും വില്ലിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ തന്നെ ആയിരുന്നു. അടുത്ത് പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഇവരുടെ അടുത്ത റേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നമ്മുടെ ബേബിയും ചാർലിയും അലനും ജെഫും എല്ലാവരും നിൽക്കുന്നുണ്ട്. അലനും ജെഫും ഇവരുടെ കാറൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ബേബിയാണെങ്കിൽ ചാർലിയോട് സംസാരിക്കാൻ വരുന്നുണ്ട്. എന്നാൽ അപ്പോഴും ചാർലി ബേബേൻ്റെ അടുത്ത് അങ്ങോട്ട് മിണ്ടാൻ പോകുന്നില്ല. ആ സമയം അലനാണെങ്കിൽ ഇന്ന് റേസിൻ്റെ ദിവസമാണ്, ഞാൻ കാല് പിടിച്ച് പറയുക, റേസിൻ്റെ സമയത്ത് രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കി വയ്ക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബയും ചാർലിയും പറയുന്നുണ്ട്, റേസിൻ്റെ സമയത്ത് ഞങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കത്തില്ല, നന്നായിട്ട് റേസ് ചെയ്യും, ജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ആലോചിക്കത്തുള്ളൂ എന്ന്. അതേക്കും അലനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഡീന് വന്നിട്ട് റേസ് തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ വരാം, നീ അകത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ബേബേനെ വിളിച്ചിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ബേബയുടെ കാറെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആട്ടൊരു പെട്ടെന്ന് അലൻ്റെ കൈയാണെങ്കിൽ വേദനിക്കുന്നുണ്ട്. ഇത് കണ്ട് ജെഫ് ഓടി വന്നിട്ട് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്, ഞാനാണെങ്കിൽ ഈ മെക്കാനിക്ക് പണിയിലെല്ലാം രാജാവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് നീ രാജാവൊക്കെ ആയിരിക്കും, പക്ഷേ ഈ രാജാവിനും പ്രായം ആവാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അലനെ കളിയാക്കുന്നുണ്ട്. അലനപ്പോൾ എനിക്കങ്ങനെ പ്രായമായതുമില്ല എന്ന് പറഞ്ഞിട്ട് ജെഫിനെ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വീണ്ടും എൻ്റെ കൈ വേദനയ്ക്കാണ്. അങ്ങനെ ജെഫാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി റേസിന് വേണ്ടിയിട്ട് നോർത്തിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേസമയം നോർത്തിനെയും സോണിക്കിനെയും കാണുകയാണെങ്കിൽ നോർത്ത് ഇപ്പോൾ റേസിങ്ങിൻ്റെ ആ സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ട് സോണിക്കിനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് പറയുന്നുണ്ട്, നിനക്ക് മുമ്പത്തെ പോലെ ഇപ്പോൾ റേസ് ചെയ്യാൻ താല്പര്യമില്ലേ, നീയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് റേസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സോണിക്ക് ഇല്ല, എൻ്റെ ഡ്രീം ഇപ്പോൾ ചേഞ്ചായി, അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത്. നമ്മൾ ടൈം പോകുന്നതനുസരിച്ച് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ, ഇപ്പോൾ നിനക്ക് എന്താണ് ഇഷ്ടം നീ അതാണ് ചെയ്യുന്നത്, എനിക്കെന്താണ് ഇഷ്ടം ഞാൻ അതാണ് ചെയ്യുന്നത്, രണ്ടുപേരും ഇപ്പോൾ വ്യത്യസ്തമായ 2 വഴികളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും സോണിക്കാണെങ്കിൽ ഇപ്പോൾ തൻ്റെ അടുത്തേക്ക് തിരിച്ച് വരത്തില്ല എന്നൊരു ഈ ഒരു സംസാരത്തിൽ കൂടെ നോർത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്തിന് സങ്കടമാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് സോണിക്ക് പെട്ടെന്ന് തന്നെ ഉടനെ വിഷയം മാറ്റിയിട്ട് നീ ഇന്ന് റേസിന് നന്നായിട്ട് ചെയ്യണം, പുതിയ റെക്കോർഡൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സ്യൂട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ജെഫ് വന്നിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും നടക്കുന്ന പോലെ തന്നെ ബേബി ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്, സെക്കൻഡ് ചാർലി ഉണ്ടായിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വില്ലി വന്ന് സെക്കൻഡ് കയറുന്നുണ്ട്. എന്നാൽ വില്ലീനെ കയറാൻ സമ്മതിക്കാതെ വീണ്ടും ചാർലിയും നോർത്തും ഒക്കെ കയറിക്കൊണ്ടിരിക്കും. പക്ഷേ വില്ലിയാണെങ്കിൽ വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ സെക്കൻഡൊക്കെ വന്ന് കയറും. അതിൻ്റെ ഇടയിൽ അവനാണെങ്കിൽ നോർത്തിൻ്റെ കാറിൽ തട്ടുകയും നോർത്തിൻ്റെ കാറാണെങ്കിൽ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോർത്തിന് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവുന്നുണ്ട്. പക്ഷേ ഇതേ സമയം എന്തൊക്കെ സംഭവിച്ചാലും വില്ലീനെ ജയിപ്പിക്കരുത് എന്നൊരു വാശിയുള്ളതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാർലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് പവർ എടുത്ത് തന്നെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ബേബേനെ വേണമെങ്കിൽ അവന് തോൽപ്പിക്കാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത്. എന്ന റേസ് കഴിയുമ്പോഴത്തേക്കും ഒന്നാമത് വരുന്നത് ബേബേ, രണ്ടാമത് വരുന്ന ചാർലി, മൂന്നാമത് വരുന്ന വില്ലി. അത് കാണുമ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും, അതായത് അലനും ജെഫിനും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ചാർലി ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആവാനായിട്ട് പോവാണ്. ആ സമയം ബേബി അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നിനക്ക് ജയിക്കാൻ പറ്റുമായിരുന്നല്ലോ, നീ എന്തിനാ എനിക്ക് ഒന്നാമത്തെ സ്ഥാനം വിട്ട് തന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചാർലി ഞാൻ വിട്ട് തന്നേന്നല്ല, ഞാൻ നന്നായിട്ട് മത്സരിക്കുക ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ബേബി അപ്പോൾ നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യമാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചാർലിനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചാർലി തിരിച്ച് കിസ് ചെയ്യുന്നു
മാത്രവുമല്ല ബേബേനെ കിസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുമുണ്ട്. ആ സമയം ബേബേ നിനക്കിനി എന്നെ ഒരിക്കലും ഇഷ്ടമല്ലേ, നിനക്കിനി എൻ്റെ കൂടെ ഉണ്ടാവാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ടൈം വേണമെന്ന് പറയുന്നുണ്ട്. ബേബേ അപ്പോൾ എന്തിനാണ് നിനക്ക് ടൈം വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ചാർലിനെ കിസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോഴും ചാർലി ആണെങ്കിൽ ബേബേനെ ഒന്ന് തടങ്ങിയിട്ട് ഞാനാണെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം നിനക്ക് വിട്ടു തന്നെയല്ല, നീയാണ് എപ്പോഴും നമ്പർ 1, എനിക്ക് നിന്നെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ചാർലി അങ്ങോട്ടേക്ക് ബേബേനെ കിസ് ചെയ്യുവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.